ഗുഡ് ഈവനിങ് എവരിവൺ. പാത്വേ സീരീസിലെ 4th എപ്പിസോഡിലാണ് നമ്മളുള്ളത്. മുന്നേ 3 സെഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാത്വേ സീരീസോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് CA കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലേക്ക് വരുമ്പോൾ അതിലേക്ക് അവർക്കൊരു പാത്വേ ഒരുക്കുക. അതിൽ മാത്സ്, അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റും ബേസും കൊടുക്കുക. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങൾ അവർക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ വരുന്നതെന്നുള്ള പറഞ്ഞു കൊടുക്കാം. പ്ലസ് ഇങ്ങനെ ഒരു കരിയർ ചോയ്സ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കരിയർ ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ടോക്സും വരുന്നുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയ ടോക്സിൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പേര് യൂസഫ്. ഇതേപോലെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഷബാബ് സാർ എടുക്കുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടോമി സാർ, CA ടോമി വീരജ് സാർ നമ്മുടെ അക്കാഡമിക്സ് മാനേജറാണ്, പുള്ളി എടുക്കുന്നുണ്ട്. അതേപോലെ അബൂബക്കർ സാറാണ്, നമ്മുടെ CA അബൂബക്കർ സാറാണ് ലോ എന്ന പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത്, പുള്ളിയാണ് അക്കാഡമിക് ഹെഡ്. അപ്പോൾ അവരും അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് അവരുടേതായ കുറേ എക്സ്പീരിയൻസ് ഉള്ളവർ ഷെയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഈ പാത്വേ സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ മിസ്സായ വീഡിയോസൊക്കെ ഒന്ന് നമ്മുടെ സൈലം CA ചാനലിൽ പോയിട്ട് കാണാം. അപ്പോൾ മാത്സിൻ്റെ 4ാമത്തെ സെഷനാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ സെഷനിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നിർത്തിയത് ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസിലായിരുന്നു. തൊട്ട് മുന്നത്തെ സെഷനിൽ നമ്മളെടുത്ത കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷനിൽ 2 ഫ്രാക്ഷൻസ് വരുമ്പോൾ 1/2 1/3 വരുമ്പോൾ 1/2 - 1/3 വരുമ്പോൾ 1/2 ഇതൊരു എക്സാമ്പിളാണ്. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ 2 ഫ്രാക്ഷൻസ് വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വെൻ ദ നമ്പർ ഓഫ് ഫ്രാക്ഷൻസ് ആർ ഹയർ, 2ൽ കൂടുതൽ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു സെഷനിൽ പറഞ്ഞ കാര്യം നമ്മളോട് ആക്ച്വലി ചെയ്തത് 1/2 1/3 എന്ന 2 ഫ്രാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ബേസ് സെയിം ആക്കണം. ആ ബേസ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഷോർട്ട് കട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പലപ്പോഴും സ്റ്റുഡൻസ് അറിയാതെയാണിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് 3 എണ്ണം വരുന്ന സമയത്ത് ഇവർ ആകെ സ്റ്റക്കായി നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ പറയാണ്, ബേസ് സെയിം ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 മുകളിൽ വരും, 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മുകളിൽ വരും, ഡിവൈഡഡ് ബൈ 2 × 3 ദിസ് വിൽ ബി ഈക്വൽ ടു 5/6 എന്ന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്, ബേസ് സെയിം ആക്കാനാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഒരു 3 ഡിജിറ്റ് 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 ഫ്രാക്ഷൻസ് വരുന്ന സമയത്ത് നമുക്കിതേപോലെ 1/2 1/3 1/4 എന്നുള്ള 3 ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന കേസിൽ ഈ സ്റ്റുഡൻസ് ആകെ പഠിച്ചിട്ടുള്ളത് 2 ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ സ്റ്റുഡൻസ് ചെയ്യുന്നത് ഞാൻ ക്ലാസ്സിൽ ആക്ച്വലി കാണുന്ന സംഭവമാണ്, ഇതിനങ്ങോട്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ആദ്യം ഫൈൻഡ് ചെയ്യും, ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ വാല്യൂ ഡയറക്റ്റ്ലി ചെയ്താൽ ഇത് ഫൈൻഡ് ചെയ്തിട്ട് വീണ്ടും ഇതേ പ്രോസസ്സിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് ആക്ച്വലി നോ ദി പ്രോപ്പർ വേ, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പാത്വേ സീരീസോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്തരം ഗ്യാപ്സ്, ഇത്തരം വരുന്ന നമ്മൾ അന്ന് പഠിക്കേണ്ടതായ മനസ്സിലാക്കേണ്ടതായ പോയ ചില കാര്യങ്ങൾ മിസ്സായത് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് സെയിം ആക്കണം. ഇപ്പോൾ ബേസ് സെയിം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2 നമ്മളെടുത്താലും, ഇവിടെ 1/3 എടുത്താലും, ഇവിടെ 1/4 എടുത്താലും, ഇതിനെല്ലാത്തിനും നമുക്കൊരു കോമൺ ഡിനോമിനേറ്റർ വരണം. അപ്പോൾ ഈ കോമൺ ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ കോമൺ ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ആ കോമൺ ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവരെ മൾട്ടിപ്പിൾ ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടു ഫൈൻഡ് ദ LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ LCM എന്താണെന്നുള്ളതും LCM എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ എഡീഷനിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, അപ്പം LCM ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡ് ഉണ്ട്. ആ സ്കൂൾ പഠിച്ച മെത്തേഡ് എങ്ങനെയാണ്, ഇതിന് LCM ഫൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, 2 3 4 LCM ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഇത് വരയ്ക്കും, ഒരു പെട്ടി വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് 2 എഴുതി ഒരു തവണ. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാതെ എനിക്ക് എന്നത് ഓർമ്മയില്ല. ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്, പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. നമ്മളിത് യൂസ് ചെയ്യാറില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ് ചെയ്യാറില്ല. ഈ മെത്തേഡിൻ്റെ പേര് ഞാൻ എഴുതാം, ലോങ് ഡിവിഷൻ മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത്
എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ചെയ്യാണ്, മേ ബി കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 ഒരു തവണ പോയി, 3 ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും ഇങ്ങനെ വന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ 2 എടുക്കുന്നു, 1 3 വീണ്ടും എടുത്ത്, പിന്നെ 3 എടുത്ത്, ഇപ്പോൾ ഇവിടെ 1 1 1 ഇങ്ങനെ വരും. അപ്പോൾ ഈ കിട്ടുന്ന സാധനമാണ് എന്ത്, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് 2 × 2 × 3 12 LCM 12 ആണ്. അപ്പോൾ ചെയ്ത് ശരിയാണെന്ന് ചോദിക്കുക. എല്ലാവരുടെ ലോങ് ഡിവിഷൻ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാറില്ല, എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ എക്സാംസിന് ഒരിക്കലും കോമ്പറ്റീവ് എക്സാംസിന് ലോങ് ഡിവിഷൻ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാന്ന് വെച്ചാൽ അതിൻ്റെ പേര് തന്നെയാണ് പ്രശ്നം. എന്താ അതിൻ്റെ പേര്? ലോങ് ഡിവിഷൻ. പേരുകൊണ്ട് എനിക്ക് പേരായിട്ട് നമുക്കിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ മെത്തേഡിൻ്റെ പേര് ലോങ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്, ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഈ 2 3 4 അല്ലാതെ കുറച്ചുകൂടി വലിയ നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടി വരച്ച് നോട്ടിൻ്റെ അടിഭാഗം വരെ വരയ്ക്കേണ്ടി വരും. ഈ സമയം എക്സാമിന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. എക്സാമിന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ കുറച്ച് സമയമുള്ളപ്പോൾ നമുക്ക് ഇത്തരം ലോങ് പ്രോസസ്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഒന്നാമത്തേത് ഫാസ്റ്റസ്റ്റ് വേ ടു ഫൈൻഡ് LCM. നമുക്ക് തന്നിരിക്കുക അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, 2 3 6 എന്ന 3 നമ്പേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. 2 3 6. ഈ നമ്പേഴ്സിൽ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ LCM ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, ഫാസ്റ്റസ്റ്റ് മെത്തേഡ്, നമ്മൾ പ്രയോറിറ്റി ബേസ് ആണ് പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ അതിൽ ഏറ്റവും വലിയ നമ്പർ LCM ആണോ നോക്കാം. അപ്പോൾ ഇവിടെ 2 3 6 ആണ് വരുന്നതെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ ഏതാ? 2 3 6 2 3 6 ഏറ്റവും വലിയ നമ്പർ ഏതാ? 6 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ആ ഏറ്റവും വലിയ നമ്പറായ 6 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ? 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? യെസ്. 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? യെസ്. 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? യെസ്. അപ്പോൾ ഏതാ LCM? 6. ഇപ്പോൾ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമുക്കൊരിക്കലും എക്സാമിന് LCM എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലല്ലോ വരിക. ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഇത് ഫൈൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് അഗൈൻ വി കനോട്ട് സ്പെൻഡ് ടൈം ഓൺ റൈറ്റിംഗ് വൈ ക്വസ്റ്റ്യൻ പേപ്പർ സൈഡിലൊക്കെ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റുന്ന കേസിലൊക്കെ നേരിട്ട് എടുക്കാം. ചെക്ക് ഫോർ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ആ ബിഗ്ഗസ്റ്റ് നമ്പർ LCM ആണെങ്കിൽ അത് ഡയറക്റ്റ്ലി പിക്ക് ചെയ്യാം. ഇത് 2 3 6 ഏതാ LCM? 6 ആണ് LCM. എന്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക വലിയ നമ്പർ LCM ആയിട്ട് പിക്ക് ചെയ്യാം. ഒന്നാമത്തേത്, ദിസ് ഈസ് എ മോസ്റ്റ് ആദ്യം ട്രൈ ചെയ്യേണ്ട പ്രയോറിറ്റി ലിസ്റ്റാണ് നമ്മൾ ചെയ്യുന്ന ഓർഡറാണ്. ഓക്കെ, ചെയ്യുന്ന ഓർഡർ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ വാങ്ങുക? സൂപ്പാണ് ഐസ്ക്രീമാണ് വാങ്ങുക? സൂപ്പ് അല്ല ആദ്യം വാങ്ങുക. ഫസ്റ്റ് സൂപ്പ് വാങ്ങി, സ്റ്റാർട്ടർ വാങ്ങി, മെയിൻ കോഴ്സ് വാങ്ങി, ഫൈനൽ ഡെസേർട്ടിനാണ് ഐസ്ക്രീം കഴിക്കുക. തിരിച്ചല്ലല്ലോ, നമ്മൾ ആദ്യം ഐസ്ക്രീം കഴിക്കുക, പിന്നെ മെയിൻ ഫുഡ് കഴിക്കുക, പിന്നെ സ്റ്റാർട്ടർ കഴിക്കുക, പിന്നെ സൂപ്പ് കഴിക്കുക. അങ്ങനെയല്ലല്ലോ, ഒരു ഓർഡറിലല്ലോ പോവുക. അപ്പോൾ അതേപോലെ ആദ്യം ചെയ്യേണ്ട കാര്യം, സൂപ്പ് ആദ്യം ഓർഡർ ചെയ്യുന്ന പോലെ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം ബിഗ്ഗസ്റ്റ് നമ്പർ LCM ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ബാക്കി നമ്പേഴ്സ് നോക്കിയേ. 3 6 18. 3 വലിയ നമ്പർ 18. 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 18, യെസ്. 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് 18, യെസ്. അപ്പോൾ ഇത് LCM എന്താ? 18. 3 4 12. 3 × 4 12. 4 × 3 12. 12 × 1 12. അപ്പോൾ അതും എന്താണ്? ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ ഇത് നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല മക്കൾ, ഇവിടെ എന്തും വരാം. ആൽഫബറ്റ്സിൻ്റെ കേസിൽ LCM വരാം. AB ഏതാ LCM? AB. അപ്പോൾ വേറൊരു കേസ് ഞാൻ എഴുതാം. A + B, A - B, A² - B². ഏതാ LCM? ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. A + B, A - A² - B² ഏതാണ് LCM? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ? അതിൽ വലുത് ഏതാണ്? A² - B². A² - B² ആണ് ഇവിടെ LCM. അപ്പോൾ ഇൻ കേസ് ഇത് ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ A² - A + B × A - B എടുത്താൽ, A + B × A - B എടുത്താൽ ആ ഇക്വേഷനാണ് എന്ത്? A² - B². ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് റിലേഷൻസ് നമുക്ക് ആവശ്യമുള്ള സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് പവർ വരുന്ന ഇക്വേഷൻസും തേർഡ് പവർ വരുന്ന ഇക്വേഷൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പാൻഷൻ എഴുതിയതാണ്. സോ ഫസ്റ്റ് തിങ് ടു ചെക്ക് വെൻ യു ആർ ലുക്കിംഗ് ഫോർ LCM, ബിഗ്ഗസ്റ്റ് നമ്പർ LCM ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ 2-3 എക്സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഇതേപോലെ എടുത്ത് നോക്കാം, എന്നിട്ട് LCM വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ബാക്കി മെത്തേഡും കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും, ഇത് ഫസ്റ്റ് അപ്രോച്ച്, ഇനി അടുത്ത അപ്രോച്ചിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കി ഇത് വർക്കൗട്ട് ആവാത്ത കേസ്. ഇപ്പോൾ 3 6 9 വലിയ നമ്പർ ഏതാ? 9. 9 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 9 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഇങ്ങനെ കേസ് വന്നാൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വലിയ നമ്പർ ആണോ എന്നുള്ളത് നോക്കാം. ആ വലിയ നമ്പർ അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണോ നോക്കാം. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ ഇപ്പോൾ 9 LCM ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? 9 ആണോ എന്നുള്ളത് നോക്കി, 9 അല്ല, ക്രോസ് ഇട്ടു. അപ്പോൾ 9ൻ്റെ അടുത്ത മൾട്ടിപ്പിൾസ് 18,
3ൻ്റെ മൾട്ടിപ്പിൾ 18 ആണോ? യെസ്. 6ൻ്റെ മൾട്ടിപ്പിൾ 18 ഉണ്ടോ? യെസ്. 9ൻ്റെ മൾട്ടിപ്പിൾ 18 ഉണ്ടോ? യെസ്. അപ്പോൾ LCM എന്താണ്? 18. അപ്പോൾ എന്താണ് അതിൻ്റെ മെത്തേഡ്? ലുക്ക് ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ആ ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ മൾട്ടിപ്പിൾസിൽ LCM വരുന്നുണ്ടോ നോക്കാം. ഇതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി, ചെയ്യാനൊന്നുമില്ല. അടുത്ത നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. 359. ഇതൊക്കെ കുറച്ച് നമ്പേഴ്സ് എടുത്തുന്നുള്ളൂ. 9 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. 9 ഇതിൻ്റെ LCM ആണോ? 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ബട്ട് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നിങ്ങൾ നോക്കാൻ 5ൻ്റെ മൾട്ടിപ്പിൾ 9ൻ്റെ മൾട്ടിപ്പിൾ 5ലും കൂടെ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ മുന്നോട്ട് പോയി നോക്കുക. 9, 18, 27, 36, 45 വരില്ലേ? 45 9ൻ്റെ മൾട്ടിപ്പിളാണ്, 5ൻ്റെ മൾട്ടിപ്പിളാണ്, 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ വാട്ട് ഇസ് LCM? 45. ഇനി ആൽഫബറ്റ്സിന് ഒരു കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. AB, BC, AC. ആൽഫബറ്റിൻ്റെ കേസ് എടുത്തു AB, BC, AC. പക്ഷേ ഇതിൽ ഈ AC ഏതെടുത്താലും കണക്കാണ്. ഇതിൽ ഏതെടുത്താലും കണക്കാണ്. അപ്പോൾ എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇതിൽ വരാവുന്ന, നിങ്ങളിതിൽ എടുക്കാവുന്ന ഇതിൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ എടുത്താൽ ABC എന്നെടുത്താൽ AB ഇൻറ്റു C ചെയ്താൽ നമുക്ക് ABC കിട്ടും. BC ഇൻറ്റു A ചെയ്താൽ ABC കിട്ടും. AC ഇൻറ്റു B ചെയ്താലും ABC കിട്ടും. അപ്പോൾ LCM എന്താണ്? ABC. LCM എന്ന് പറയുന്നത് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അത് നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല, ആൽഫബറ്റ്സിൻ്റെ കേസിലും വരുന്നുണ്ട്. അപ്പോൾ ആൽഫബറ്റ്സിൻ്റെ ബേസിൽ പ്രോബ്ലംസ് വരുമ്പോഴും നമുക്കിതേപോലെ LCM എടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച് എന്താണ്? ലുക്ക് ഫോർ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ആ ബിഗ്ഗസ്റ്റ് നമ്പർ LCM ആണോ നോക്കാം. അതല്ലെങ്കിൽ, അത് കിട്ടിയില്ലെങ്കിൽ, അത് പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ട്രൈ ചെയ്യാം. അതാണ് രണ്ടാമത്തെ അപ്രോച്ച്. ഓക്കെ, ഇത് രണ്ടും വർക്കൗട്ട് ആവാത്ത കേസ് വരാം. ഇപ്പോൾ നമ്മളൊരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കി, ഇത് 8ൻ്റെ 12ൻ്റെ കേസ് നമുക്ക് മനസ്സിലാവാത്ത കേസല്ല, ബട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ 8ൻ്റെ 12ൻ്റെ LCM നമ്മൾ പറഞ്ഞ മെത്തേഡ് വെച്ച് നോക്കുക. ഫസ്റ്റ് 12 LCM ആണോ? അല്ല. 12ൻ്റെ മൾട്ടിപ്പിൾ, അടുത്ത മൾട്ടിപ്പിൾ ചെയ്താൽ 24 അടുത്ത മൾട്ടിപ്പിളാണ്. 12 × 2 24 ആണ്. 8 × 3 24 ആണ്. ഇപ്പോൾ ഇത് LCM 24 ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇതിൽ കിട്ടും. പക്ഷെ എന്നാൽ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ പേര് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ആ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന രീതി, ഇപ്പോൾ 8 എന്നുള്ള നമ്പറിനെ അതിൻ്റെ ഫാക്ടേഴ്സിലേക്ക് മാറ്റാണ്. 8 എന്നുള്ള നമ്പർ അതിൻ്റെ ഫാക്ടേഴ്സിലേക്ക് മാറ്റി. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് 2 × 2 × 2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിതിന് 2⁻³ എന്ന് എഴുതാം. 2⁻³ എന്ന് എഴുതാം. ഇതേപോലെ 12 എന്നുള്ള നമ്പർ, നമുക്ക് 12 എന്നുള്ള നമ്പറിന് 2 × 2 4 × 3 12 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് 2² × 3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുമ്പോൾ ഇതൊക്കെ എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ആണ്. ഇനി ചെറുതാക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഇനി വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. 2 3 അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ്. × 1 കൂടെ വരും, കൺസിഡർ ചെയ്യുന്നില്ല. 1 പ്രൈം നമ്പറല്ല, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ടുള്ള 2 3 നമ്മൾ എടുത്തു. ഇനി ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പ്രൈം ഫാക്ടേഴ്സ് റേസ് ടു ദ ഹയസ്റ്റ് പവർ. എന്താണ് ഞാൻ പറഞ്ഞത്? ആ ഏത് പോയിന്റ് വായിച്ചോ? ഓൾ പ്രൈം ഫാക്ടേഴ്സ് റേസ് ടു ഹയസ്റ്റ് പവർ, അതിൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇവിടെ ഓൾ പ്രൈം ഫാക്ടേഴ്സ് 2 ഒരു ഫാക്ടറാണ്, അതിൻ്റെ ഹയസ്റ്റ് പവർ, ഇതിൽ ഹയസ്റ്റ് പവർ ഏതാ? ഇവിടെ 3 ഉണ്ട്, ഇപ്പുറത്ത് 2ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 3. ഓൾ പ്രൈം ഫാക്ടേഴ്സ്. ഇപ്പോൾ 2⁻3. പിന്നെ അടുത്ത പ്രൈം ഫാക്ടർ ഏതാ? 3. 3ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 1. ഇവിടെ 2⁻3 × 3. 2⁻3ൻ്റെ വാല്യൂ എന്താണ്? 8 × 3 24. അപ്പോൾ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് എടുത്തത്. 8ൻ്റെ 12ൻ്റെ LCM നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാവുന്ന കേസാണ്. കാരണം 8ൻ്റെ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് 24 ഫാക്ടറായിട്ട് എടുക്കാം. ബട്ട് ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു കേസ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ആക്ച്വൽ ബിഗ്ഗസ്റ്റ് നമ്പർ LCM ആണോ നോക്കി. അതല്ലെങ്കിൽ ആ ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ LCM ആണോ നോക്കാം. ഇത് രണ്ടും വർക്കൗട്ട് ആവാത്ത കേസിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതേപോലെ പ്രൈം ഫാക്ടേഴ്സ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കേസും കൂടെ, ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം. ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു നമ്പർ 12 15. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ 15ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കി 15 30 45 60. 60 കിട്ടുമോ? 60 LCM ആയില്ലേ? 60 കിട്ടിയില്ലേ? LCM കിട്ടൂലേ 60ൽ? 15ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ 15ൻ്റെ മൾട്ടിപ്പിൾസ് 30 45 60. 12 × 5 60 കിട്ടുന്നുണ്ട്. ഹയസ്റ്റ് പവർ ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് 16 കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് അതിങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യാം. 12 എന്ന് പറയുന്നത് എന്താണ്? 4 × 3 ആണ്. 4 നമുക്ക് എന്തായിട്ട് എഴുതാം?
2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ 12 എന്തായിട്ട് മാറി? 2 സ്ക്വയർ ഇൻറ്റു 3 ആയിട്ട് മാറി. 50 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 3 ആയിട്ട് എഴുതാം. ഇനി മെത്തേഡ് എന്താണ്? ഓൾ ഫാക്ടേഴ്സ് റേസ് ടു ഹയസ്റ്റ് പവർ. ഏതൊക്കെ ഫാക്ടർ ഉള്ളത്? 2 റേസ് ടു ഹയസ്റ്റ് പവർ 2, 3 റേസ് ടു 1, 5, 4 ഇൻറ്റു 3 ഇൻറ്റു 5, 4 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 60. ഇപ്പോൾ LC എന്താണ് വരിക? 60 ആണ് വരിക. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 15 എടുത്തിട്ട് എങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾ ആൻസറിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല, 15 മൾട്ടിപ്പിൾസ് പെട്ടെന്ന് മനസ്സിലേക്കൊന്നും വരുന്നില്ല, അങ്ങനെ ലൈക്ക് നമ്മൾ ഈ കോഴ്സ് എല്ലാതരം സ്റ്റുഡൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കാൽക്കുലേഷൻസ് മൈൻഡ് കാണാൻ പറ്റുന്നവരുണ്ടാവാം, മേ ബി കുറച്ച് സ്ലോ ഉള്ള ആളുകളുണ്ടാവാം. അങ്ങനെ എക്സെപ്ഷണൽ സ്പീഡോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ സ്പീഡ് കാൽക്കുലേഷൻസ് ഒന്നും നിങ്ങൾക്ക് ചെയ്തോളണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞോളണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും എവറി സ്റ്റുഡൻറ്റ് ഇസ് ഡിഫറെൻറ്റ്, എവറി സ്റ്റുഡൻസ് ലേണിംഗ് എബിലിറ്റി ഇസ് ഡിഫറെൻറ്റ്, എവറി സ്റ്റുഡൻസ് മാത്തമാറ്റിക്കൽ സ്കിൽ ഇസ് ഡിഫറെൻറ്റ്, സ്കിൽ ലെവൽ ഇസ് ഡിഫറെൻറ്റ്, അവർ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ലെവലിലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത്രയും സ്പീഡ് ചെയ്യാൻ പറ്റുന്നവരാണ് ഡയറക്റ്റ്ലി എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല, യൂസ് ദിസ് മെത്തേഡ്, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ കേസ് വേറൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 16 36. 60 എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? 60 എന്നുള്ളത് 2 ഇൻറ്റു 2, 4 ഇൻറ്റു 2, 8 ഇൻറ്റു 2, 16 ആണ്. അപ്പോൾ ഇതെന്താണ്? 2 റേസ് ടു 4 ആയിട്ട് മാറി. 36 എന്ന് പറഞ്ഞാൽ എന്താ? 6 ഇൻറ്റു 6. 6 എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം, നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. വീണ്ടും 6ന് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ദിസ് ഇസ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇനി മെത്തേഡ് എന്താണ്? ഓൾ ഫാക്ടേഴ്സ് റേസ് ടു all prime factors raised to highest power. 2ൻ്റെ highest power 4, 3ൻ്റെ highest power 3 square. അപ്പോൾ ഇതെന്താണ്? 2 raised to 4 into 3 square. 2 raised to 4 16 into 9, 16 into 9. ആൻസർ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 160 എന്നും 10 മൈനസ് ചെയ്യുമ്പോൾ 150 എന്നും പിന്നെ 6 മൈനസ് ചെയ്യുമ്പോൾ 144 വരും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. 16 into 9 ആണ് ഞാൻ പറഞ്ഞത്, 144 എന്നാണ് വരിക. അപ്പോൾ ഇൻറ്റു 9 ചെയ്യുന്നതിൻ്റെ ഒരു മെൻ്റൽ മാത്തമാറ്റിക്കൽ മൈൻഡ് മാത്സ് അല്ലെങ്കിൽ മെൻ്റൽ മാത്സിൽ നമുക്ക് ഇൻറ്റു 9 ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 10 മൈനസ് ദ നമ്പർ. ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 16നോട് ഒരു 0 കൊടുക്കുക. 16നോട് ഒരു അഡീഷണൽ ടെക്നിക്ക് ഞാൻ എന്നോട് പറയാണ്. ഇൻറ്റു 10 കൊടുക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 9 ചെയ്യുന്ന സമയത്ത് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ഒരു 0 എക്സ്ട്രാ കൊടുക്കുക, 16നോട് ഒരു 0 കൊടുക്കുക. അതൊന്ന് എന്ത് മൈനസ് ചെയ്യണം? 16 മൈനസ് ചെയ്യണം. പക്ഷേ 160 ഡയറക്റ്റ്ലി 60 മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യാം? 160 ആദ്യം 10 മൈനസ് ചെയ്യും, പിന്നെ 6 മൈനസ് ചെയ്യും. 160 10 മൈനസ് ചെയ്യാൻ എളുപ്പമല്ല. 160 10 വർഷം 150, 150 6 വർഷം 144. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങളത് ചെയ്യുക. അതല്ലെങ്കിൽ യു ക്യാൻ 16 into 9 കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണോ? കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യും. കാരണം കാൽക്കുലേറ്റർ അലൗഡാണ്, പറ്റും. വേണമെങ്കിൽ അത് ഉപയോഗിക്കാനാണല്ലോ പെർമിഷൻ തന്നിട്ടുള്ളത്. ഉപയോഗിക്കാം. ഓക്കെ, ബട്ട് ദർ ആർ സ്റ്റുഡൻസ് ഹു പ്രിഫർ ടു ഡു ദിസ് വൺ. അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ LCM ഫൈൻഡ് ചെയ്യാൻ ഫസ്റ്റ് മെത്തേഡ് ലുക്ക് ഫോർ ദ ബിഗസ്റ്റ് നമ്പർ, സെക്കൻഡ് മെത്തേഡ് മൾട്ടിപ്പിൾസ് ഓഫ് ദ ബിഗസ്റ്റ് നമ്പർ, തേർഡ് മെത്തേഡ് ഇസ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി ഇതൊന്നും വർക്കൗട്ട് ചെയ്യാത്തൊരു കേസ് വരുന്നുണ്ട്. അത് ഏതാ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ നമ്പേഴ്സ് ആർ കോപ്രൈം എന്നല്ല, കോപ്രൈം. ഓക്കെ, കോപ്രൈം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രൈം എന്ന് പറയാം. ഈ നമ്പേഴ്സിനിടയിൽ ദർ ആർ നോ ഫാക്ടേഴ്സ്. 1 അല്ലാത്ത കേട്ടോ, 1 ഒരു ഫാക്ടറാണ്. 1 അല്ലാത്ത വേറൊരു ഫാക്ടറും ഇല്ല. 3, 4, 5 ഇവരിടയിൽ വേറൊരു ഫാക്ടറും ഇല്ല. അപ്പം നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഈ കാണുന്ന നമ്പേഴ്സ് ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ നോക്കുക. നമ്മൾ നമ്പർ നോക്കിയിട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ LCM is equal to product of the numbers. LCM will be product of the numbers. ഓൾറെഡി ഞാനോട് എഴുതിയിട്ടുണ്ട്. LCM is equal to product of the numbers. അപ്പോൾ product of the numbers എടുക്കുക. 3 into 4 12 into 5 60. വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഞാനെങ്ങനെ ഡയറക്റ്റ് എഴുതി എന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 12 into 5 എന്നുള്ളതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ നമ്പറാണ് 12. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഈവൻ നമ്പറിന് ഹാഫ് എടുക്കാം. 12ൻ്റെ ഹാഫ് എത്ര? 6. എന്നൊരു 0 കൊടുത്താൽ മതി. ഒരു ഷോർട്ട് കട്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 ഉപയോഗിക്കാവുന്നൊരു ഷോർട്ട് കട്ടാണ്. ഈവൻ നമ്പേഴ്സിന് ഹാഫ് ആക്കാം. 12ൻ്റെ ഹാഫ് എടുക്കുക. 12ൻ്റെ ഹാഫ് എടുക്കാൻ എളുപ്പമല്ലേ? 12ൻ്റെ ഹാഫ് 6, അതിൻ്റെ കൂടെ ഒരു 0 കൊടുക്കുക. ആൻസർ എത്ര വരും? 60. അപ്പോൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് നേരിട്ട് ഞാൻ എഴുതിയത് 12 into 5 60 എന്ന് എഴുതിയത്. ഈ ഷോർട്ട് കട്ട് മൈൻഡിൽ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ അലൗഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ LCMത്തിൻ്റെ 4 മെത്തേഡ്സും പറഞ്ഞു.
അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ പകരം വെക്കുന്ന 4 സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പേഴ്സ്, യൂസ് വാട്ട് ഇസ് അപ്രോപ്രിയേറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. നമ്പേഴ്സ് ആദ്യം നോക്കുക. റിലേറ്റീവ് പ്രൈം ആണ്, നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബിഗസ്റ്റ് നമ്പർ LC എടുക്കാൻ പറ്റും, അതെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. ഇത് വർക്കൗട്ട് ആവാത്ത കേസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈം ഫാക്ടറൈസേഷനിലേക്ക് പോകുന്നു. അത് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ LCM ബേസ്ഡ് ക്വസ്റ്റ്യന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതായ ക്വസ്റ്റ്യൻസ് വളരെ റെയറായിട്ട് വരുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് അല്ലാത്ത കേസിൽ തന്നെ കിട്ടാറുണ്ട്, LCM കിട്ടാറുണ്ട്. പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട് എക്സസൈസിൽ. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കോപ്രൈം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ടേമും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കോപ്രൈം എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് തമ്മിൽ പ്രൈമാണ്. തമ്മിൽ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ പ്രത്യേകിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആളുകൾ, അവരിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ലേ, ഒന്നിച്ചു പോകില്ല, അവർക്കിടയിൽ ഒരു കോമൺ ആയിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ, ഇതാണ് കോപ്രൈം. അപ്പോൾ കോപ്രൈം എന്നുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കി നിങ്ങൾ 7, 8, 6, 13, 17, 21 ഇതൊക്കെ എന്താണ്, കോപ്രൈമാണ്. ഇവരിടയിൽ ഒന്ന് മാത്രം 1 is a factor, അതല്ലാതെ വേറൊരു ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. വിച്ച് ഹാസ് ഓൺലി 1 ആസ് എ ഫാക്ടർ. ഒരു ഫാക്ടർ, ആ ഫാക്ടർ 1 ആണ്, നമ്പർ 1, അതല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സിനാണ് കോപ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൈം എന്ന് പറയുന്നത്. കോപ്രൈം ഓർ റിലേറ്റീവ് പ്രൈം. ഇതിൻ്റെ അർത്ഥം ഈ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് അല്ല കേട്ടോ, ഈ കാണുന്ന നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് അല്ല, ഇവർ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം, അവർ തമ്മിൽ 1 അല്ലാതെ വേറെ ഫാക്ടർ ഇല്ല, നമ്പേഴ്സ് പ്രൈം നമ്പർ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഡിസ്കഷൻ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന കേസ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് നേരെ അടുത്ത കേസ്, ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പർ 3, 4, 5, 6, 7, 8 കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് എന്താണ്, ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. അടുത്തടുത്തിരിക്കുന്ന നമ്പേഴ്സ് ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഇതുണ്ടാവില്ല, അവർ തമ്മിൽ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ ഏത് നമ്പേഴ്സ് എടുത്തോ അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈമാണ്. ഓക്കെ, അപ്പോൾ അതൊരു അഡീഷണൽ കാര്യം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആക്ച്വലി കവർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത് കവർ ചെയ്തത് LCM ആണ്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഫൈൻഡ് ചെയ്യാൻ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച മെത്തേഡിന് പകരമായിട്ട് ഞാൻ 4 സാധനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്നിന് പകരം 4 എന്നുള്ളതല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം ലോങ് ഡിവിഷൻ ലോങ് പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ഈ കാണുന്ന മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് എന്തോന്ന് റിലേറ്റീവ് പ്രൈം വന്നു. സോ വാട്ട് ഇസ് റിലേറ്റീവ് പ്രൈം എന്നുള്ളതും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് റിലേറ്റീവ് പ്രൈം എന്നുള്ളതും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പാത്വേ സീരീസിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമുക്കിനി അടുത്ത സെഷനിൽ ചില ബേസിക് ഓപ്പറേഷൻസ്, ക്യാൻസലേഷൻസ്, ഇങ്ങനെ ഫ്രാക്ഷൻസ് ബേസ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതേപോലെ ഇക്വേഷൻസ് വരുന്ന സമയത്ത് എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാം, അതേപോലെ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, യൂസ് ഓഫ് പ്ലസ്സും മൈനസും വരുന്ന ഓപ്പറേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത്, ഡിവിഷനിൽ വരുന്ന സമയത്ത്, ആൻഡ് ദെൻ ബോർഡ് മാസ്. ഇത് പലരും കേട്ടിട്ടുണ്ട്, ബോർഡ് മാസ് റൂൾ. അപ്പോൾ ആ ബോർഡ് മാസ് റൂളിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കേസൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങളതേ ഇതിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു മേ ബി ഫ്യൂ ലാക്സ് അല്ലേ, അത്രയും ആളുകൾ +2 കഴിഞ്ഞ് മേ ബി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഈ സെഷൻസിന് വീഡിയോസ് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യാം. ഫ്രീ സെഷൻസാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിച്ച് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള ലോങ് ഡിവിഷൻ മെത്തേഡിൽ മാത്രം പഠിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവാം. അവർക്കും ഈ സെഷൻസ് കാണാം, ഈ മെത്തേഡ്സൊക്കെ അവർക്കും പഠിക്കാം. എക്സാമ്പിൾസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ എടുക്കാം. താങ്ക് യു ഓൾ, ബൈ.